നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴയുടെ കുറവ് കാർഷിക രംഗത്തും വൈദ്യുത മേഖലയിലും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. മലയോര ഹൈവേ മണ്ണാർക്കാടിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകുമെന്നും മന്ത്രി. ചരിത്ര പ്രാധാന്യമുള്ള രായിരനെല്ലൂർ മല ഇടിച്ചു നിരത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അനധികൃത നിർമ്മാണം നിർത്തലാക്കണമെന്ന് പ്രദേശവാസികൾ. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിനാക്കണമെന്ന ആവശ്യമുയരുന്നു. ആവശ്യത്തിന് കാരണം രാജ്യറാണിയിലെ വർദ്ധിച്ച തിരക്ക്. പട്ടാമ്പി തൃത്താലയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. ഒപ്പമുണ്ടായിരുന്ന ആസം സ്വദേശി നീന്തി രക്ഷപ്പെട്ടു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മഴയുടെ കുറവ് ഇത്തവണ കേരളത്തിന്റെ കാർഷിക രംഗത്തും വൈദ്യുത രംഗത്തും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. പട്ടാമ്പി തൃത്താലയിൽ സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമീപകാലത്തെങ്ങുമില്ലാത്ത വെല്ലുവിളിയാണ് കേരളം നേരിടേണ്ടി വരുന്നത്. കാർഷിക രംഗത്തും വൈദ്യുതോൽപാദന രംഗത്തും കുടിവെള്ള രംഗത്തും ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഇത് നേരിടാൻ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. മഴവെള്ള സംഭരണത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും മന്ത്രി KC ജോസഫ് അഭിപ്രായപ്പെട്ടു. VT ബൽറാം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഇന്ന് വളരെ ഗുരുതരമായ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് നമ്മുടെ മൺസൂൺ കാലം അവസാനിക്കുമ്പോഴും കേരളത്തിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷകന്മാർ ആദ്യം പറഞ്ഞത് ഇത്തവണ വളരെ കനത്ത മഴയായിരിക്കുമെന്ന് പറഞ്ഞു. രണ്ട്, നമ്മുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പല മേഖലയിലും ഉണ്ടാകാനിടയുണ്ട്. മൂന്ന്, കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിന്റെ കാർഷികോൽപ്പന്ന മേഖലയിലും വലിയ പ്രയാസമുണ്ടാകുമെന്നാണ് കൃഷി ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് മേഖലകളിലും സമീപകാലത്ത് ഉണ്ടാകാത്ത പ്രയാസങ്ങൾ കേരളം നേരിടാൻ പോകുന്ന ഈ അവസരത്തിൽ വളരെയേറെ ജാഗ്രതയോടെ മുമ്പോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും ചുമതലയും ബാധ്യതയുമുണ്ട്. ലഭിക്കുന്ന മഴ പോലും നമുക്ക് ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മല ഇടിച്ചു നിരത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മലയ്ക്ക് മുകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. മലയുടെ വടക്ക് ഭാഗത്തെ താഴ്വാരത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലായാണ് ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത്. തലമുറകൾ സ്ഥലങ്ങൾ കൈമാറി ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് മലയുടെ പല ഭാഗവും. പെരുമ്പലാവിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊപ്പം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒന്നാംതിപ്പടി ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത്. മലയ്ക്ക് മുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം താഴ്വാരത്തെ 500-ലേറെ കുടുംബങ്ങളാണ് ഭീതിയിലായിരിക്കുന്നത്. മണ്ണൊലിപ്പുൾപ്പെടെയുള്ള ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തുമെന്നാണ് നാട്ടുകാരുടെ ഭയം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ മല ഇടിച്ചു നിരത്താനുള്ള നീക്കമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കൊപ്പം വില്ലേജ് ഓഫീസർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തുവില കൊടുത്തും മല ഇടിച്ചു നിരത്താനുള്ള നീക്കം ചെറുക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പട്ടാമ്പി തൃത്താല ഉള്ളന്നൂരിൽ ഭാരതപ്പുഴയിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഒരാളെ കാണാതായി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് തൃത്താല ഉള്ളന്നൂരിൽ ഭാരതപ്പുഴയിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. തൃത്താല ഉള്ളന്നൂർ സ്വദേശിയായ ഷറഫുദ്ദീൻ 24 വയസ്സ്, ഇവരുടെ വീട്ടുപണിക്കാരനായ ആസാം സ്വദേശി ആലം എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. ആസാം സ്വദേശിയായ ആലം നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഷറഫുദ്ദീൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മുങ്ങൽ വിദഗ്ധരും പുഴയിൽ തിരച്ചിൽ നടത്തി. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിന് തിരക്കേറുന്നു. രാജ്യറാണിയെ സ്വതന്ത്ര ട്രെയിനാക്കണമെന്ന ആവശ്യവും യാത്രക്കാരിൽ ഉയർന്നിട്ടുണ്ട്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ സർവീസ് വേണമെന്ന ദീർഘനാളത്തെ ആവശ്യത്തെ തുടർന്ന് കഴിഞ്ഞ നവംബർ 16-നാണ് നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സർവീസ് തുടങ്ങിയതു മുതൽ രാജ്യറാണിയിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലും ബുക്കിംഗ് കമ്പാർട്ട്മെന്റുകളിലും യാത്രക്കാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലമ്പൂരിൽ നിന്നും രാത്രി 8:40 പുറപ്പെടുന്ന രാജ്യറാണി ഷൊർണൂരിൽ നിന്നും രാത്രി 10:30 അമൃത എക്സ്പ്രസുമായി കൂട്ടിയിടിപ്പിച്ചാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര.
യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജറാണി എക്സ്പ്രസ് ബോഗികളുടെ എണ്ണം കൂട്ടി സ്വതന്ത്ര ട്രെയിനാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണിപ്പോൾ. ഷൊർണൂർ നിലമ്പൂർ, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറുകളിലും യാത്രക്കാരുടെ തിരക്ക് കൂടിയതോടെ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ നിലമ്പൂരിലേക്കും നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ഷൊർണൂരിലേക്കും ദിനം പ്രതി 6 തവണ വീതം സർവീസ് നടന്നുണ്ട്. എല്ലാ സർവീസുകളിലും യാത്രക്കാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. യാത്രക്കാരുടെ തിരക്ക് കൂടിയ സാഹചര്യത്തിൽ നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനുകളിൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണിപ്പോൾ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ചെറുപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കോലം കത്തിക്കലും നടത്തി. ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയൻ, പട്ടികജാതി മോർച്ച മണ്ഡലം പ്രസിഡന്റ് പി ജയപ്രകാശ്, കെ ഹരിദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സജീഷ് വീട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ തന്നെ അനവധി വികസന നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ രൂപം കൊണ്ട ഗവൺമെന്റ് അതിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ എന്നും കാവലാളാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലയോര ഹൈവേയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. മണ്ണാർക്കാടിന്റെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ പാലക്കാട് വരെയുള്ള 1ാം ഘട്ടം ഉടൻ യാഥാർത്ഥ്യമാവും. മലയോര വികസന ഏജൻസിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളുടെ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. കാരണം മലയോര വികസന ഏജൻസി കേരളത്തിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമായി. നഗരങ്ങളിൽ വലിയ മാറ്റമുണ്ടായി, പുരോഗതി ഉണ്ടായി. കേരളത്തിന്റെ മലയോര മേഖലയാണ് അവഗണിക്കപ്പെട്ട് കിടന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹിൽ ഹൈവേക്ക് വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചത്. ഹിൽ ഹൈവേ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടായില്ല. പക്ഷെ ഇന്ന് ഇവിടെ PWD മന്ത്രി ഇബ്രാഹിമിനെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നത് കൊണ്ട് ഹിൽ ഹൈവേ യാഥാർത്ഥ്യമാകും. തീർച്ചയായും 1ാം ഘട്ടം പാലക്കാട് വരെ ആയതുകൊണ്ട് മണ്ണാർക്കാടിനും പ്രയാസം ഉണ്ടാവുകയില്ല. മണ്ണാർക്കാടിനും ഹിൽ ഹൈവേയുടെ അർഹമായ വരവ് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മലയോര വികസന ഏജൻസി മലയോര മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട കാര്യങ്ങളിലും ഏജൻസി പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായും ആ രംഗത്ത് നിന്ന് പരിഗണന ലഭിക്കും. എന്റെ സംസാരിക്കുന്നില്ല. തീർച്ചയായും ഇന്ന് പറഞ്ഞൊരു കാര്യം ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ അവസ്ഥയാണ്. തീർച്ചയായും പഴയ പഞ്ചായത്ത് കെട്ടിടമാണ്. മണ്ണാർക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച തോടുംകുളം കല്ലാങ്കുഴി റോഡിന്റെ ഉദ്ഘാടനവും വെറ്റിനറി മേഖല ബീജദാന കേന്ദ്രത്തിലെ ആധുനിക യന്ത്രങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി കെ സി ജോസഫ് നിർവഹിച്ചു. N ശംസുദ്ദീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റഫീഖ, സെക്രട്ടറി R രഞ്ജിത, S വിമൽ ഘോഷ്, വൈസ് പ്രസിഡന്റ് P അഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംരക്ഷിത സ്മാരകമാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്മാരകത്തിന്റെ പുനരുദ്ധാരണം ആർക്കിയോളജി വകുപ്പിനെ കൊണ്ട് നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ കലക്കത്ത് ജന്മദേഹം ഒരു സംരക്ഷിത സ്മാരകമാക്കാനും ഇതിന് ഇന്ന് നിലവിലുള്ള ഈ സമിതിക്കുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആർക്കിയോളജി വകുപ്പിനെ കൊണ്ട് ഇതിന്റെ ആവശ്യമായ പുനരുദ്ധാരണം നടത്താനും ഗവൺമെന്റ് അത് ആലോചിക്കുന്നതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലനിർത്തണം. ഭരണസമിതി പരിശോധിച്ച് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ നടക്കുന്ന
പ്രത്യേകമായ പഠന കളരികളും ക്ലാസുകളും നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കഴിയണം. അതിന് ഈ സമിതി ഈ കാര്യം പരിശോധിച്ച് നൽകുന്ന ശുപാർശകളിന്മേൽ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായ പരിമിതികളുണ്ടെങ്കിലും എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ സ്മാരകത്തിലെത്തിയ മന്ത്രി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ശേഷം കലക്കത്ത് ഭവനത്തിനകത്തെ തുള്ളൽകോപ്പുകളും മറ്റും സന്ദർശിച്ചു. ശേഷം സ്മാരക ഭരണസമിതിയുമായി ചർച്ച നടത്തി. ഹംസ MLA, സ്മാരകം പ്രസിഡന്റ് K. ശിവദാസൻ, സെക്രട്ടറി സുനിൽ പാലക്കോട്, S. ശിവരാമൻ എന്നിവരും മന്ത്രിക്കൊപ്പം സ്മാരകം സന്ദർശിച്ചു. കാർഷിക മേഖലയിൽ ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഹൈടെക് ഫാമുകൾ ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി സാംസ്കാരിക ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും നന്മ ന്യായവില സ്റ്റോറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഹൈടെക് ഫാമിങ്ങിന് പ്രാധാന്യം കൊടുക്കാനും അതിനാവശ്യമായ പദ്ധതി ഉണ്ടാക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ കുറഞ്ഞത് 3 ഹൈടെക് ഫാം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രവർത്തികൾ കൃഷിക്കാരെയും ഇതുപോലെയുള്ള സംഘങ്ങളെയും പ്രകടിപ്പിക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർഷിക മേഖല ഇന്ന് ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തെ കാര്യം ഇത്തവണ കുറഞ്ഞ മഴയുടെ തോത്. നേരത്തെ എല്ലാവരും പ്രവചിച്ചത് ഇത്തവണ കനത്ത മഴയായിരിക്കും എന്ന് പറഞ്ഞു. ഇത്തവണ നേരത്തെ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങൾ നടത്തുന്ന പഠനങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തെറ്റാൻ പാടില്ല. ഇത്തവണ അത് പിഴച്ചുപോയി. കാർഷിക മേഖലയിൽ ഓരോ പഞ്ചായത്തിലും 3 വീതം ഹൈടെക് ഫാമുകൾ ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. ഇവയുടെ പ്രവർത്തനം സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കും. ഇതിന്റെ ഭാഗമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതമായെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. പാല്, മുട്ട, മാംസം എന്നിവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണം, റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി വിലക്കയറ്റമുണ്ടാകാതിരിക്കാൻ നന്മ സ്റ്റോറുകൾ വിപണിയിൽ ഇടപെടും. ഇതിനായി 25 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീവത്സൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. നന്മ സ്റ്റോറിൽ ആദ്യ വിൽപ്പന SC/ST വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ശിവരാമൻ നിർവഹിച്ചു. A. രാമസ്വാമി, PS. ഷാജഹാൻ, M. ഗീത, BP. ദേവദാസ്, സുനിൽ പാലക്കോട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിലെ ഈ വർഷത്തെ സാഹിത്യ സമാജത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. തായമ്പക കലാകാരൻ ശുഗപുരം രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ B. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. P. മഹേഷ്, S. സുരേഷ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം കാർത്തിക്കും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വള്ളുവനാട്ടിലെ വലിയ വസ്ത്രാലയങ്ങളിലൊന്നായ സാവരിയ സിൽക്സ് മണ്ണാർക്കാട് തുറന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സാവരിയയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് കോടതിപ്പടി മന്നയത്ത് കോംപ്ലക്സിലാണ് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി സാവരിയ സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ N. ശംസുദ്ദീൻ MLA, കല്ലടി മുഹമ്മദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വെഡിംഗ് കളക്ഷൻസ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെൻസ് വെയർ, പാർട്ടി വെയർ, റെഡിമെയ്ഡ് തുടങ്ങി എല്ലാത്തരം വസ്ത്രങ്ങളും സാവരിയ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മഴയുടെ കുറവ് കാർഷിക രംഗത്തും വൈദ്യുത മേഖലയിലും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. മലയോര ഹൈവേ മണ്ണാർക്കാടിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകുമെന്നും മന്ത്രി.
ചരിത്ര പ്രാധാന്യമുള്ള രായിരനെല്ലൂർ മല ഇടിച്ചു നിരത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അനധികൃത നിർമ്മാണം നിർത്തലാക്കണമെന്ന് പ്രദേശവാസികൾ. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിനാക്കണമെന്ന ആവശ്യമുയരുന്നു. ആവശ്യത്തിന് കാരണം രാജ്യറാണിയിലെ വർദ്ധിച്ച തിരക്ക്. പട്ടാമ്പി തൃത്താലയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. ഒപ്പമുണ്ടായിരുന്ന ആസം സ്വദേശി നീന്തി രക്ഷപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.